തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ അനിൽകുമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു പോലീസ്. ആത്മഹത്യയുടെ വക്കിലാണെന്ന് അനിൽ സഹപ്രവർത്തകരായ കൗൺസിലറോട് പറഞ്ഞതായി മൊഴിയുണ്ട്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഇതിപ്പോൾ സഹപ്രവർത്തകരോട് തന്നെ ആത്മഹത്യയുടെ വക്കിലാണ് താൻ എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി വിശദീകരിച്ചിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എന്തെല്ലാമാണ് ഇനിയിപ്പോൾ പോലീസിൻ്റെ നീക്കം? ഹർഷൻ, ഈ കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുമെന്നത് ഒരാഴ്ച മുമ്പ് തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാരോടും ഒപ്പം സുഹൃത്തുക്കളോടും ഇദ്ദേഹം ഇത് പങ്കുവെച്ചതായി പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. മൊഴിയിലും ഈ സഹപ്രവർത്തകരും കൗൺസിലർമാരും BJP കൗൺസിലർമാർ തന്നെ ഇത് പോലീസിനോട് മൊഴിയായിട്ട് തന്നെ നൽകിയിരിക്കുകയാണ്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സൊസൈറ്റിയുടെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് അനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മഹത്യയുടെ വക്കിലാണ്, തനിക്ക് ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴിയില്ല എന്നത് സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നിക്ഷേപകർ പണം ചോദിച്ച് ബാങ്കിലെത്തിയ സംഭവം, അത് തിരിച്ചടയ്ക്കാനായിട്ട് കടം വാങ്ങി ഇദ്ദേഹം പണം നൽകിയ സംഭവം, ഇതൊക്കെ സഹപ്രവർത്തകരുമായി ഇദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ മൊഴിയായിട്ട് പോലീസിന് ഇവർ നൽകിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയശാല ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്, ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഭാരവാഹി കൂടിയാണ് ഈ അനിൽകുമാർ. ആ സൊസൈറ്റിയിലെ മുഴുവൻ അംഗങ്ങളുടെയും മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വലിയശാല ബാങ്കിന് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവരുടെ മൊഴി ഇന്ന് തൊട്ട് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പൂജപ്പുര പോലീസാണ് അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ മൊഴിയെടുപ്പിലേക്കാണ് പോലീസ് കടക്കുന്നത്. വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ. ഇതിൽ പ്രധാനമായും സ്വാഭാവികമായും ആളുകൾ സംശയിക്കുന്ന ഒരു കാര്യം, ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് പ്രത്യേകിച്ച് ലോൺ എടുത്തുകൊണ്ട് പോയവർ തിരിച്ചടച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധിയെങ്കിൽ ആ ലോൺ തിരിച്ചെടുക്കാനോ അവിടെ വല്ല ജപ്തി നടപടികളിലേക്ക് കടക്കാനോ ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തുക എന്നതല്ലേ ഭരണസമിതി ചെയ്യുക, അല്ലാതെ ആത്മഹത്യ ചെയ്യുകയല്ലല്ലോ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക്, അതായത് ആ ലോൺ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയതിന് കാരണം എന്താണ് എന്നത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമോ മറ്റെന്തെങ്കിലുമൊക്കെയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരില്ലേ? അതെ ഹർഷൻ, അതായത് ഹർഷൻ സൂചിപ്പിച്ചതുപോലെ ഈ പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതിൻ്റെ കാരണം എന്തെന്ന് തന്നെയാണ് ഏവർക്കും അറിയേണ്ടതും. അണികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതറിയാനായിട്ട് തന്നെയാണ് വലിയ തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് വിധത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഭാരവാഹിയായിരുന്ന ഈ സൊസൈറ്റിയിൽ അവിടെയുള്ള മുഴുവൻ അംഗങ്ങളുടെയും മൊഴിയെടുത്ത ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഈ അന്വേഷണം പോകുകയുള്ളൂ. കാരണം എന്താണ് ബാങ്കിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ, ഇതിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകർ ഉൾപ്പെടെ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയും തുടർന്ന് തമ്പാനൂർ പോലീസ് ഉൾപ്പെടെ ആ വിഷയം പരിഹരിച്ചു വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വായ്പ എടുത്തു നൽകിയ ആളുകൾ ആരൊക്കെ, നിലവിൽ ഇത്തരത്തിൽ BJP തന്നെയുള്ള സഹപ്രവർത്തകർക്ക് അദ്ദേഹം വായ്പ എടുത്ത് നൽകിയിട്ടുണ്ടെന്നും അത് തിരിച്ചടച്ചിട്ടില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നുണ്ട്. ഈ പശ്ചാത്തലങ്ങളൊക്കെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അദ്ദേഹം സഹായത്തിനായി പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു, പല ആളുകളെയും കണ്ടിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലം കൂടി പോലീസ് അന്വേഷിക്കും എന്നത് തന്നെയാണ് പറയുന്നത്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.